ഏപ്രിൽ മുതൽ ജൂലൈ വരെ രാജ്യസഭയിൽ നിന്ന് വിരമിച്ച 59 അംഗങ്ങളുടെ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. പാർലമെന്റിനെ ഒരു തുറന്ന സർവകലാശാല എന്ന് വിളിക്കുകയും സ്ഥാനമൊഴിയുന്ന നിയമസഭാംഗങ്ങൾ ദേശീയ ജീവിതത്തിൽ സജീവമായി തുടരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരും സഭയെ അഭിസംബോധന ചെയ്ത് വിരമിക്കുന്ന അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. അതേസമയം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രാന്റുകൾക്കായുള്ള ആവശ്യത്തിൽ ലോക്സഭ ചർച്ചയും വോട്ടെടുപ്പും നടത്തി. സഭയിലെ വിവിധ പാർട്ടികളിൽപ്പെട്ട അംഗങ്ങൾ കർഷക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുകയും ചെയ്തു. കൃഷി ഉൽപാദന വർധന, വിലസ്ഥിരത, കർഷകർക്കുള്ള സാമ്പത്തിക സഹായം എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. ബജറ്റ് സമ്മേളനത്തിന്റെ അടുത്ത ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട സാമ്പത്തിക നിയമ പ്രമേയങ്ങൾ കൂടി അവതരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.